മനുഷ്യർ പറയും മഹാദേവനെ ഭജിക്കാൻ പേടിയാണ്, ശിവരാത്രി നോയമ്പ് നോക്കാൻ പേടിയാണ്, മഹാദേവൻ ഭയങ്കര കോപമുള്ള ആളാണ്, ശപിക്കും എന്നൊക്കെ പറയും. അതുപോലെ മഹാദേവനോട് എന്നെ അങ്ങ് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മരണത്തിലോട്ട് കൊണ്ടുപോകും, അവരുടെ ആത്മാവ് എടുത്തുകൊണ്ട് പോകും, ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെയാന്ന് എന്നെ കൊണ്ടുകൊണ്ടിയാന്നല്ലോ. ഞാനെപ്പോഴും പറയും എന്നെ രക്ഷിക്കണേ എൻ്റെ മഹാദേവ എന്ന് ഞാൻ പറയും. ഞാൻ മഹാദേവനോട് എല്ലാ കാര്യവും സംസാരിക്കും. ഞാൻ നല്ലൊരു ശിവഭക്തിയുള്ള ആളാണ്. ഞാൻ എപ്പോഴും ശിവനെയാണ് ഭജിക്കുന്നത്. അപ്പം ഞാൻ മഹാദേവനോട് എല്ലാ കാര്യങ്ങളും പറയുന്നത്. എന്നിട്ട് മഹാദേവൻ ആരെയും ശിക്ഷിക്കത്തതൊന്നുമില്ല. മഹാദേവൻ എന്നല്ല, മഹാവിഷ്ണു, ആരും ഒരു ദൈവങ്ങളും ഒരു മനുഷ്യരെയും ശിക്ഷിക്കാനിരിക്കുന്നവരല്ല. അവർ രക്ഷിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ബാക്കിയായിട്ടേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കത്തുള്ളൂ. അതിനല്ലാതെ ദൈവങ്ങൾ ആർക്കും ഒരു ശിക്ഷയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളെന്ത് ചെയ്യുന്നോ അത് നമുക്ക് നാളെ കിട്ടും, അത്രയേ ഉള്ളൂ. അതിനകത്ത് മഹാദേവൻ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മഹാദേവൻ ഉടനെ ഒരാളിനെ മരണത്തിലോട്ട് കൊണ്ടുപോകാനിരിക്കുവാണോ? അല്ല, മഹാദേവൻ അങ്ങനെ ചെയ്യത്തില്ല, ആരോടും ചെയ്യത്തില്ല. ഇതൊക്കെ വെറുതെ മനുഷ്യർ പറയുന്നതാണ്. ദൈവത്തിനെ പ്രാർത്ഥിക്കുക നല്ല മനസ്സോടെ. ഓം നമ ശിവായ എന്ന മന്ത്രം മാത്രം പറഞ്ഞാൽ മതി. ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമുക്ക് എന്തും പറയാം മഹാദേവനോട്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മറ്റൊരാളോട് പറയുന്നതിലും നല്ലത് നമ്മുടെ ഭഗവാനോട് പറയുന്നതാണ്. മറ്റൊരാളോട് പറഞ്ഞാൽ നമ്മുടെ ദുഃഖം മാറുമോ? ഇല്ല. നമ്മുടെ ഭഗവാനോട് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ മാറി നമുക്കൊരു നല്ല മനസ്സ് തരും ദൈവം, സന്തോഷം തരും ഭഗവാൻ. എല്ലാം നമ്മൾ മഹാദേവന് വിട്ടുകൊടുക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ മഹാദേവന് വിട്ടുകൊടുത്ത് നമ്മളങ്ങ് ജീവിക്കും. എല്ലാം ഭഗവാൻ നോക്കും.